വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് ജെറേമി ഫ്രിംഗ്പോങ്ങിൻ്റെ സൈനിങ്ങിനെ കുറിച്ചാണ്. അങ്ങനെ ഏകദേശം 35 മില്യൺ ഒരു ഡീലിന് ലിവർപൂൾ ഫ്രിംഗ്പോങ്ങിനെ സ്വന്തമാക്കുകയാണ് ആ ഒരു റൈറ്റ് ബാക്ക് റോളിലേക്ക്. അതായത് ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ഒരു റിപ്ലേസ്മെൻ്റ് ആയിട്ടാണ് അവർ സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ കൺഫ്യൂഷൻ അല്ലറ ചില്ലറ ഡൗട്ട്സ് ഒക്കെ നമുക്കുണ്ട്. നമ്മൾ ശരിക്കും ഫ്രിംഗ്പോങ്ങിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ആളിപ്പം ബയർ ലെവർക്യൂസനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റൈറ്റ് വിങ് ബാക്കിൻ്റെ പണിയാണ്. അപ്പം ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, റൈറ്റ് ബാക്ക് വേഴ്സസ് റൈറ്റ് വിങ് ബാക്ക്. റൈറ്റ് വിങ് ബാക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു 3-5-2 സിസ്റ്റത്തിൽ, അതായത് ഇപ്പോൾ ലെവർക്യൂസനിൽ നമ്മുടെ ഫ്രിംഗ്പോങ് ചെയ്യുന്ന പോലെ, അതേപോലെ ഇപ്പം ഇൻ്റർ മിലാൻ്റെ സിസ്റ്റത്തിൽ ഡംഫ്രീസ് ചെയ്യുന്ന പോലെ, അതായത് ആ ഒരു വിഡ്ത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, നിരന്തരം അറ്റാക്സ് നടത്തുക, ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് പോവുക, ഗോൾ സ്കോർ ചെയ്യുക, ആ ലോ ക്രോസസ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജോലിയിൽ ഒക്കെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് റൈറ്റ് വിങ് ബാക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോർം ആൻഡ് ഡിഫൻസിൽ ഒരു ട്രഡീഷണൽ റൈറ്റ് ബാക്കിൻ്റെ പണി എടുക്കുമല്ലോ, അവരാണ് എന്താ പറയുക റൈറ്റ് ബാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ ബാക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റീസ് ജെയിംസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ അലക്സാണ്ടർ ആർണോൾഡ് ലിവർപൂൾ ഉണ്ടായിരുന്ന സമയത്ത് ആൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു സംഗതിയായിരുന്നു ഡിഫെൻസീവ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചങ്ങാതിൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ആൾ ഡിഫെൻസീവിൽ കുറച്ച് വൾണറബിൾ ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ലെവർക്കൂസനിൽ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് ബാക്കിൻ്റെ പണിയാണ്. അപ്പോൾ അവിടെ ഡിഫെൻസീവ് ഡ്യൂട്ടീസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ആളുടെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒന്നും അത്ര മികച്ച് നിൽക്കാത്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ ലെവർക്കൂസനിലേക്ക് എത്തുന്നതിന് മുമ്പ് ആൾ ട്രഡീഷണൽ റൈറ്റ് ബാക്കിൻ്റെ റോൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ ആളുടെ ഡിഫെൻസീവ് ഡ്യുവൽസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്തും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്ക് ഡിഫെൻസീവിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ട്രെൻഡിൻ്റെ ആ ഒരു വിഷൻ, ആ ഒരു പാസിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രിംഗ്പോങ്ങിൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല. അത് ഫ്രിംഗ്പോങ്ങിൻ്റെ അടുത്തു നിന്നല്ല, ലോകത്തെ വേറൊരു റൈറ്റ് ബാക്കിൻ്റെ അടുത്ത് നിന്നും കിട്ടില്ല. അപ്പം അതാണ്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫ്രിംഗ്പോങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആളുടെ പേസ്. ആൾ വേൾഡിൽ തന്നെ ഏറ്റവും പേസി ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ്. കണ്ടാലും അറിയാം, ഗോയിങ് ഫോർവേഡ്, അതുപോലെ തന്നെ തിരിച്ച് ട്രാക്ക് ബാക്ക് ചെയ്ത് വരാനൊക്കെ പറ്റുന്ന പ്ലെയറാണ്. ഓപ്പണൻസ് നിരന്തരം കൗണ്ടർ അറ്റാക്ക് നടത്താൻ വേണ്ടി പറ്റുന്ന പ്ലെയറാണ്. ട്രാൻസിഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓൺ പൊസിഷനിൽ ഫ്രിംഗ്പോങ്ങിന് ബോൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾ എന്താ പറയുക പൊട്ടിത്തെറിച്ച പോലെ മുന്നോട്ടാണ്ട് പോയിക്കോളും. അതാണ് ഫ്രിംഗ്പോങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് ഡ്രിബ്ലിംഗ് ആണ്. ആൾ ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രിബ്ലറാണ് നിലവിൽ വേൾഡിൽ. ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോള് ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടരിൽ ടോപ്പ് ഡ്രിബ്ലറാണ്. ഓപ്പണൻസിനെ വളരെ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ അതാണ് പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അത്യാവശ്യം ഗോളൊക്കെ അടിക്കും, അസിസ്റ്റൊക്കെ കൊടുക്കും, അതിന് പറ്റുന്ന പ്ലെയറാണ്. പിന്നെ എന്താ പറയുക, അത് തന്നെയാണ് ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഗോയിങ് ഫോർവേഡ്, ആ ഒരു പേസ്, ആ ഒരു ഡ്രിബ്ലിങ്, ട്രാൻസിഷനിലുള്ള ആ ഒരു സ്ട്രെങ്ത്ത്, അതൊക്കെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിവർപൂളിലെ ആളെ വേണമെങ്കിൽ പല രീതിക്ക് യൂസ് ചെയ്യാം. ട്രഡീഷണൽ റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ട്രഡീഷണൽ റൈറ്റ് ബാക്ക് ആയിട്ട് ഒരു പക്ക പ്രൊഫൈൽ അവിടെ ഉണ്ട്. അതായത് കോണർ ബ്രാഡ്ലി ഉണ്ട്. കോണർ ബ്രാഡ്ലി ഒരു ട്രഡീഷണൽ റൈറ്റ് ബാക്ക് ആണ്. ചിലപ്പോൾ ബ്രാഡ്ലി ആയിരിക്കാം കുറേയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കറിയില്ല. ടീമിലേക്ക് ആൾ എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. അപ്പോൾ ബ്രാഡ്ലി കുറച്ചുകൂടി ഡിഫെൻസീവിൽ ബാലൻസ്ഡ് ആണ് നമ്മുടെ ഫ്രിംഗ്പോങ്ങിനേക്കാളും. എനിവേ ഫ്രിംഗ്പോങ്ങിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോ കണ്ട സമയത്ത് ഒരു ലിവർപൂളിലെ ചാനലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോബർട്ടോ ഡെസെർബിൻ്റെ സിസ്റ്റത്തിൽ വിങ് ബാക്സിനൊക്കെ യൂസ് ചെയ്തത് ഓർമ്മയില്ലേ? സംഭവം ആൾ ബാക്ക് ഫോറൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുമെങ്കിൽ പോലും ഈ ഗോൾ കീപ്പർ അവിടെ നിൽക്കുന്നു, ആൻഡ് 2 സെൻറ്റർ ബാക്കുകൾ ഗോൾ കീപ്പർ അടുത്തേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഗോൾ കീപ്പർ ആൻഡ് 2 സെൻറ്റർ ബാക്കുകൾ ഒരു 3 ആയല്ലോ. ആൻഡ് ഈ 2 വിങ് ബാക്സ് പക്ക മേലോട്ട് പുഷ് ചെയ്യുന്നു, ഹൈ ആയിട്ട് പുഷ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു 3-man ഡിഫൻസ് ഉണ്ടല്ലോ, ഗോൾ കീപ്പർ പ്ലസ് 2 സെൻറ്റർ ബാക്കുകൾ, ഇവർ ഓപ്പണൻറ്റിൻ്റെ പ്രഷറിനെ അവരടുത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പണൻറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ ഡിസെർബിൻ്റെ സിസ്റ്റത്തിൽ കാണുന്ന പോലെ ആ ഒരു പ്രസ്സിനെ ക്വിക്കായിട്ട് ബീറ്റ് ചെയ്തിട്ട് എന്താ പറയുക പെട്ടെന്ന് വിങ് ബാക്സിലേക്ക് ബോൾ എത്തിക്കുക. ലൈക്ക് ആ ഒരു ഡെസെർബിൻ്റെ സിസ്റ്റത്തിൽ എസ്റ്റുപിനാനൊക്കെ എടുത്തൊരു പണി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. സോ അങ്ങനെ വിങ് ബാക്സിനെ യൂസ് ചെയ്യാം. അങ്ങനെ ചില മാച്ചിലെങ്കിലും ആർനെ സ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ 1-2 മാച്ചിൽ അത്തരത്തിലുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൾ ഫെയ്നോർഡിൻ്റെ മാനേജർ ആയിരുന്ന സമയത്ത് അവിടെയും അത്തരത്തിലുള്ള സീക്വൻസ്
പലരും കണ്ടിട്ടുണ്ട്. ലിവർപൂൾ ഫാൻസ് തന്നെ നോട്ട് ചെയ്ത് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതാണ്. അങ്ങനെ ഫ്രിംപോങ്ങിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതിൽ പക്ക ബെനിഫിഷ്യൽ ആകാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഫ്രിംപോങ് എന്ന് പറയുന്നത്. പിന്നെ ട്രഡീഷണൽ റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അറിയാലോ, ഡിഫൻസീവ് വളറബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫൻസീവിൽ നന്നായിട്ട് മെച്ചപ്പെട്ടേക്കാം, നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചെറിയ പ്രായമുള്ള പ്ലെയറാണ്. സോ 24 വയസ്സേ ഉള്ളൂ. സോ അവിടെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു റൂം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. സോ ഡിഫൻസീവ്ലി ആൾ മെച്ചപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ടത് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾ അറിയാലോ, ഇപ്പോൾ ലെവർകൂസനിലേക്ക് വരുമ്പോൾ ഒരു റൈറ്റ് വിങ് ബാക്ക് അല്ലെങ്കിൽ പലപ്പോഴും ഒരു പക്ക റൈറ്റ് വിങ്ങറെ പണിയൊക്കെയാണ് ആൾ എടുക്കുന്നത്. സോ സെലക്ക് ഒരു ബാക്കപ്പായിട്ട്, മെയിൻ ബാക്കപ്പായിട്ടാണെന്നല്ല, പക്ഷേ പല സമയത്തും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സെല ആഫ്കോണ് പോകാൻ വേണ്ടി പോകല്ലേ, അപ്പോൾ സെലക്കൊത്തൊരു വേറെ ഒരു വിങ്ങർ ഒന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് വിങ്ങറുടെ പണി ഏൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് ശരിക്കും ഫ്രിംപോങ് എന്ന് പറയുന്നത്. സെലനോളം മികച്ച ഡിസിഷൻ മേക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ആ ഒരു റൈറ്റ് വിങ്ങറുടെ പണി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഫ്രിംപോങ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കോണർ ബ്രഡ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു സൂപ്പർ സബ്ബായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും മേ ബി നമ്മുടെ ഫ്രിംപോങ്. കാരണം ആളുടെ ആ ഒരു പേസ്, ആളുടെ ആ ഒരു എന്താ പറയുക അറ്റാക്കിങ് എബിലിറ്റി ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. സോ എന്തായാലും സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ ബെനിഫിഷ്യൽ ആവാൻ വേണ്ടി പോകുന്ന പ്ലെയറാണ്. അതിനിപ്പോൾ ഒരു റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ട്രഡീഷണൽ റൈറ്റ് ബാക്ക് ആയിട്ടും യൂസ് ചെയ്യാം, ഒരു റൈറ്റ് വിങ്ങറുടെ ബാക്കപ്പായിട്ട് അവിടെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയർ ലീഗിൽ അത്യാവശ്യം വേണ്ട ക്വാളിറ്റിയാണ് ടേക്ക് ഓൺ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുക. അതുപോലെ പേസ് ഉണ്ടായിരിക്കുക, അതൊക്കെ. സോ അതൊക്കെ ഈ പ്ലെയറിനുണ്ട്. പിന്നെന്താ പറയുക, ഇപ്പോൾ ഒരുവിധം വിങ് ബാക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കൊക്കെ അങ്ങനെയാണ്. ഡിഫൻസിൽ പലരും ഭയങ്കര വൾണറബിളാണ്. അപ്പോൾ എന്താ ചെയ്യുക, പ്രോപ്പറായിട്ട് മിഡ്ഫീൽഡേഴ്സ് ആൾക്ക് എന്താ പറയുക കവർ കൊടുക്കേണ്ടി വരും. സോ ആ കവർ കൊടുക്കുക എന്നുള്ളത് മിഡ്ഫീൽഡേഴ്സിന് അധിക പണിയാവുന്നേ ഉള്ളൂ. സോ ആളെ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നും എന്താ ഞാൻ കാണുന്നുമില്ല. പ്രോപ്പറായിട്ട് കവർ കിട്ടുമെങ്കിൽ ദാറ്റ്സ് ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത്ര കാലം അർണോൾഡ് അവിടെ ആ പണി എടുത്തല്ലോ, അങ്ങനെയാണെങ്കിൽ അത് ഫ്രിംപോങ്ങിന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അർണോൾഡിനേക്കാളും നിരന്തരം ഡിഫൻസിലേക്ക് ഇറങ്ങി വരാനും ഓപ്പണന്റ് വിങ്ങേഴ്സിനെ ശല്യം ചെയ്യാനും എന്താ പറയുക അതൊക്കെ ആൾക്ക് പറ്റും. തൻ്റെ മാനെ വിടാതെ മാർക്ക് ചെയ്യാനൊക്കെ ആൾക്ക് കൃത്യമായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ പ്ലെയറെ കുറിച്ച് പറയാനുള്ളത്. സോ അത്യാവശ്യം ഹോപ്പുള്ള ഒരു സൈനിങ് ആണ് ഏത് ആസ്പെക്റ്റ് എന്ന് നോക്കുകയാണെങ്കിലും. എനിവേ ലെറ്റ്സ് സീ. ഒന്നും കാണാതെ സ്ലോട്ട് പ്ലെയറിനെ ആവശ്യപ്പെടില്ല. എനിവേ ഇവർക്ക് ഈ 35 മില്യണൊക്കെ കിട്ടിയല്ലോ, അതുതന്നെ വലിയ കാര്യമാണ്. എത്ര പ്ലെയേഴ്സിനാണ് ലിവർപൂളിൽ 35-40 മില്യൺ റേഞ്ചിൽ കിട്ടുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മെക്കലിസ്റ്റർ, നമ്മളെ ഫ്രിംപോങ്, എനിക്ക് തോന്നുന്നു സെലനെ ഈ 35 റേഞ്ചിലാണ് കിട്ടിയത്, ഫെർമിനോനെ ആ റേഞ്ചിലാണ് കിട്ടിയത്. സെല 35 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഫെർമിനോ 35 റേഞ്ചിലാണ് കിട്ടിയത്. സോ അതാണ്. സോ ഗുഡ് വർക്ക് ഫ്രം ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് സൈഡ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.